കൂടുതലും നമ്മുടെ ആൾക്കാരും മീഡിയ ഫ്രണ്ട്സും ഒക്കെ ആണല്ലോ. അപ്പം ജനറൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴും കുറച്ചുകൂടെ നമുക്ക് എന്താണ് എങ്ങനെയാണ് പടം പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടായിരുന്നു പടം? ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രതീക്ഷയുള്ളൊരു പടം കൂടെ ആയിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൽ എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു, അത് തോന്നി. അപ്പോൾ അത് തിയേറ്ററിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ ഒരു വിശ്വാസം. സുരാജേട്ടൻ ഡീസൻ്റ് ആയിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സുരാജേട്ടൻ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ ഇതൊന്നും ലൊക്കേഷനിൽ കാണിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആക്ടറായിട്ട് തന്നെയായിരുന്നു നിന്നത്. നമുക്ക് നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാർക്ക് പുള്ളിക്കാരൻ്റെ കൂടെ പിടിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് മാക്സിമം മോശമാക്കാണ്ട് ചെയ്യുക. കാരണം പുള്ളിക്കാരൻ ഒരു സൈഡിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മോശമായാലും അത് പുള്ളിക്കാരൻ്റെ പെർഫോമൻസിനൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ടാസ്ക്, പ്രത്യേകിച്ച് എൻ്റെ ടാസ്ക്. അത് മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ അതെ, കയ്യടിയുണ്ട്. അതെ, ഞാൻ എൻ്റെ വൈഫും ഇരുന്ന് കണ്ടത് ഞങ്ങളൊരു ജനറൽ ഓഡിയനെ പോലെ ഇരുന്നിട്ടാണ് പടം കണ്ടത്. അപ്പോൾ പുള്ളിക്കാരി ഇവരുടെ റിയാക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പുള്ളിക്കാരി ഇപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരുടെ മുഖത്തൊന്ന് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ പടമാണെങ്കിലും എൻ്റെ പെർഫോമൻസ് ശരിയല്ലെങ്കിലും പുള്ളിക്കാരി പറയും അത് നല്ലതല്ലായിരുന്നു എന്ന് പറയും. പക്ഷേ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരുന്ന കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാവരും ആ രീതിയിലിരുന്ന് കാണട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.